കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഹായ്, നമസ്കാരം. നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രണ്ടു വാക്ക് പറയാൻ പോകുന്നത്. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. എന്താ ഉറക്കം വരുന്നു. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. പെണ്ണുമ്പോൾ ഇത് എന്തൊക്കെ വൃത്തികേടാ ഇപ്പൊ വന്ന് സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്ന അറിയുമോ? ഇത് എന്താ ഉദ്ദേശിച്ചെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ. അതെ, അത് ശരി. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടപ്പോൾ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറെ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30 2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ആള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റു. സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. അങ്ങനെ ഈ റോളും നഷ്ടമായി. രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ. ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.